എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും കാണാനോ ചെയ്യാനോ ഇഷ്ടപ്പെട്ട ഒരു ആളുടെ വീഡിയോ ഒന്നും അല്ല. പക്ഷേ എന്നാലും ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് പറഞ്ഞ് പ്രതികരിക്കാമെന്ന് വിചാരിച്ചത്. ശരിക്കും ഞാൻ തീരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല, ആളുടെ കാര്യമാണ് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള ഒരു ആളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് റിയാക്ട് ചെയ്യാനുള്ള കാര്യം എന്താണെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഞാൻ അവരുടെ ഫോട്ടോ ഒന്നും കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ അവരുടെ വോയിസ് കേൾപ്പിച്ച് തരാം. അപ്പോൾ നമുക്ക് കേട്ടിട്ട് വരാം. കണ്ടോ, ടാറ്റനെ കെയർ ചെയ്യാൻ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കണ്ണാപ്പിമാരുണ്ട് എന്നുള്ളത് ഇപ്പം മനസ്സിലായില്ലേ. ഇത് മാത്രല്ല, നിങ്ങൾക്ക് ഈ വോയിസിൻ്റെ അവകാശി ആരാണെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ക്ലൂ തരാം. എന്താണ് ഊടായിപ്പ് കൃഷ്ണഭക്ത എന്ന് പറഞ്ഞാൽ കുറേ ആളുകൾക്കൊക്കെ മനസ്സിലാവുമായിരിക്കും. അപ്പോൾ അതാണ് ആള്. ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റുകൾ കേട്ടോ. ഗുരുവായൂർ പുണ്യഭൂമി ഇവൾ അശുദ്ധി വരുത്തി. അതപ്പോ അശുദ്ധി വരുത്തിയിട്ടുണ്ടെങ്കിൽ ശുദ്ധി കലശം ചെയ്യാനുള്ള തുകയും കൂടി എന്നോട് അമ്മ മേടിക്കൂലേ? അതെവിടുത്തെ നിയമമാണ്? എവിടുത്തെ നിയമമാണ് താനിരുന്നുകൊണ്ട് പറയുന്നത്? ഗുരുവായൂരിൽ അശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ശുദ്ധികലശം നടത്താനുള്ള തുക നിന്റെ കയ്യിൽ നിന്ന് മേടിച്ചോ? അവിടെ ആരെങ്കിലും? ഹിന്ദുക്കൾക്കറിയാവുന്നതിനേക്കാളും കാര്യങ്ങൾ നിനക്കറിയാലോ. ഇതാരാ നിനക്ക് പറഞ്ഞു തന്നത്? നീ എത്ര തവണ അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ നീ എത്ര തവണ പണം കൊടുത്തു? നീ ഓരോ തവണയും നിന്റെ പാദങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അശുദ്ധി ആയിട്ടുണ്ട്. അവിടെ അശുദ്ധി ആയി എന്ന് തറപ്പിച്ച് പറയാൻ കാരണം നിന്റെ പാപ പങ്കിലമായ മനസ്സ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? കളവ് മാത്രം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീ. എന്ന് വെച്ചാൽ അത് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല. ഓരോ തവണയും കണ്ണാന്ന് വിളിച്ചിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വെറുതെ മനസ്സിന് ഇടം നേടാനായിട്ട് നോക്കിയിട്ട് നിന്റെ വെറും ഒരു പ്രോഡക്റ്റായിട്ടാണ് നീ കണ്ണനെ കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കും നിനക്ക് ഭഗവാനോട് ഭയങ്കര ഭക്തിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് കാണിക്കും. അത് വെച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്തായാലും എന്താ അശുദ്ധിയായി ശുദ്ധികലശം ചെയ്യാനുള്ള പണം മേടിക്കുമെന്ന്? എൻ്റെ അറിവിൽ ഇതുവരെയും ശുദ്ധികലശം മേടിക്കാനുള്ള പൈസ അവിടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് മേടിക്കത്തില്ല. ഈ ശുദ്ധികലശം എന്ന് വെച്ചാൽ എന്താണെന്ന് നിനക്ക് വല്ല വകതിരിവും ഉണ്ടോ? അത് വല്ലതും അറിഞ്ഞിട്ട് തന്നെയാണോ ഈ ശുദ്ധികലശം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞിട്ടാണോ ഈ കിടന്ന് സംസാരിക്കുന്നത്? വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന പോലെ പറയരുത്. ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ പോലെയുള്ള വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ശുദ്ധികലശം നടത്താറുണ്ട് അവർ. അത് നടത്തുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ ഒരു പക്ഷേ ക്ഷേത്രത്തിനുള്ളിൽ തൊഴുവാൻ വരുന്ന ആർക്കെങ്കിലും തൊഴുതുകൊണ്ട് നിൽക്കുക, അല്ലെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ടിനകത്ത് വെച്ചിട്ട് ആരുടെയെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും മരിച്ചു പോയി എന്ന് വെച്ചോ, അവിടെ അപ്പോൾ ഇതാവുകയാണ്, പുലയാവുകയാണ്, വാലായ്മ വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും ക്ഷേത്രത്തിൽ വന്നു എന്ന് വെച്ചോ, അവർക്ക് വാലായ്മയുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഒരു കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ ജനിക്കുന്നതിനേക്കാളും വാലായ്മയാണ് മരിക്കുന്നതിനേക്കാളും വാലായ്മയാണ് പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വല്ലതും നടന്നു കഴിഞ്ഞാൽ അവിടെ ഇത് അശുദ്ധിയാണ് ആവുന്നത്. അതുപോലെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷം ഏതെങ്കിലും കുട്ടികൾ അവിടെ വെച്ചിട്ട് കുട്ടികൾക്ക് ആർത്തവം ഉണ്ടാവുകയാണെങ്കിൽ അത് അശുദ്ധിയാവുകയാണ്. അതൊന്നും ആരും മുൻകൂട്ടി അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുന്നു, പ്രാർത്ഥിക്കുന്നവരുടെ ആർക്കെങ്കിലും അല്ലെങ്കിൽ ക്ഷേത്ര കോമ്പൗണ്ടിന് നിൽക്കുമ്പോൾ അവർക്ക് ബന്ധപ്പെട്ട ആർക്കെങ്കിലും മരണമോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും അതുപോലെ ആവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കണക്കാക്കിയാണ് ക്ഷേത്രത്തിൽ ശുദ്ധികലശം അവർ നടത്തുന്നത്. അല്ലാതെ ശുദ്ധികലശം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആരുടെ കയ്യിൽ നിന്നും പണം മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നു, എൻ്റെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയെന്ന് വെച്ചോ, അപ്പോൾ അത് ഞാൻ അവിടെയുള്ള ക്ഷേത്രത്തിലുള്ള എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് പറയില്ല എനിക്ക് ഇന്നതുപോലെ സംഭവിച്ചു, അല്ലെങ്കിൽ എൻ്റെ ബന്ധുവിന് ഇന്നതുപോലെ സംഭവിച്ചു, ശുദ്ധികലശം നടത്താൻ പൈസ വേണ്ടേ എന്ന് ആരും ചോദിക്കില്ല. ഈ സംഭവിച്ചവരൊന്നും മിണ്ടാണ്ടങ്ങ് പോവേ ഉള്ളൂ.
ക്ഷേത്രത്തിൽ അവർ അതിൻ്റേതായിട്ടുള്ള പൂജകളും കാര്യങ്ങളും ഒക്കെ, അതുകൊണ്ട് സമയാസമയത്ത് അവർ ചെയ്യുന്നത് ഈ പറയുന്നത് പോലെ നാട്ടുകാരൻ്റെ കയ്യിലുള്ള കീശയിലിരിക്കുന്ന പണം മേടിച്ചിട്ടല്ല. അതാദ്യം മനസ്സിലാക്കുക. കാലം ഹിന്ദു മതസ്ഥരാന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും അറിയില്ല എന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഗുരുവായൂർ നട അശുദ്ധിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവര് തന്നെ പുണ്യാഹം തളിക്കാൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപയങ്ങാണ്ടാണ് ചിലവ് വരുന്നത്. ഓരോരുത്തരുടെ രീതിക്ക് അനുസരിച്ചാന്ന് തോന്നുന്നുണ്ടോ. 1.5 ലക്ഷം രൂപയുടെ പുണ്യാഹം എന്തുവാടോ? ഈ പുണ്യാഹം എന്ന് വെച്ചാൽ എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിനക്ക് ഒരുപാട് ഹൈന്ദവരുമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ആളല്ലേ നീ. അപ്പോൾ നീ ആദ്യം ഈ പുണ്യാഹം എന്ന് വെച്ചാൽ എന്ത് സാധനമാണെന്ന് ചോദിക്കുക. പുണ്യാഹം വേറെ, ഈ പറയുന്നത് പോലെ ശുദ്ധികലശം വേറെ. പുണ്യാഹം എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഒരു 10 രൂപയുടെ ഷീട്ടാക്കുമ്പോൾ അത് പിന്നെ ക്ഷേത്രക്കിണറിൽ നിന്ന് കോരുന്ന ജലത്തിൽ, ശുദ്ധമായ ജലത്തിൽ ആ ദേവൻ്റെ ആയാലും ദേവിയുടെ ആയാലും മുന്നിൽ കൊണ്ടുവച്ചിട്ട് തുളസിയിലയും അതുപോലെ തന്നെ പനിനീര് ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം ഭഗവാന്റെ ആ ഒരു പൂവൊക്കെ ഇട്ട് ജപിച്ച് നമുക്ക് തരുന്ന ആ ഒരു ജലമാണ്, ആ ഒരു തീർത്ഥജലത്തിനാണ് നമ്മൾ പിന്നെ ഈ പറയുന്നത് പോലെ പറയുന്നത് പുണ്യാഹം എന്ന് പറയുന്നത്. ഈ പുണ്യാഹം നമ്മൾ വീട്ടിലൊക്കെ ഈ ഇങ്ങനെയൊക്കെയുള്ള പീരീഡ്സൊക്കെ കഴിയുന്ന സമയത്ത് ക്ഷേത്രങ്ങളിൽ നിന്ന് മേടിച്ച് വീടിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് കുടയാറുണ്ട്. അതാണ് പുണ്യാഹം. നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞിന് ഒരാൾ പ്രസവിച്ചെന്ന് വെച്ചോ, പ്രസവമോ അതുപോലെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ, വയസ്സറിയിക്കുകയോ അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ പുണ്യാഹം 16 ദിവസം കഴിയുമ്പോൾ ഈ പുണ്യാഹം മേടിച്ച് തളിച്ച് ശുദ്ധമാക്കാറുണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് പുണ്യാഹം. 10 രൂപ കൊടുത്ത് കിട്ടുന്ന സാധനം. പക്ഷേ ശുദ്ധികലശം എന്ന് പറഞ്ഞാൽ അതല്ല. മനസ്സിലാക്കുക. ഇതൊന്നും അറിയില്ലെങ്കിൽ സംസാരിക്കാൻ പോവാതിരിക്കുക. വായി തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാണ്ടിരിക്കുക. ഇപ്പോൾ ഈ ശുദ്ധികലശം നടത്താൻ വേണ്ടിയിട്ട് ഗുരുവായൂർ ഓരോരുത്തരെയും നിന്നും ചോദിച്ച് ലക്ഷങ്ങൾ മേടിച്ചതായിട്ടൊന്നും എൻ്റെ അറിവിലില്ല, ഞാൻ കേട്ടിട്ട് കൂടിയില്ല. എന്നിട്ട് മറ്റുള്ളവരെ ഇല്ല ഒരുമാതിരി ആക്കിയില്ല, അളിഞ്ഞ ചിരിയുണ്ടല്ലോ. ഹിന്ദുക്കളായിട്ട് ജനിച്ചിട്ട് ഇതുവരെ ഒന്നും അറിഞ്ഞുകൂടെ എന്നുള്ള രീതിയിൽ. എടോ, താനൊരു ഇസ്ലാം ആണെങ്കിൽ താൻ ആദ്യം തൻ്റെ മതത്തിലുള്ള കാര്യങ്ങളെ ശരിക്കും മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കുക. അതിനുശേഷം മറ്റൊരു മതത്തിൽ കൈകടത്താനായിട്ട് വരും. താനല്ലെങ്കിൽ എല്ലായിടവും വലിഞ്ഞു കയറിയല്ലേ വന്ന് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് നമ്മളെടുത്തുനിന്ന് മേടിക്കുകയും ചെയ്യും, ആ പുണ്യാഹം തളിക്കുകയും അവിടെ ചെയ്യും. അപ്പം അശുദ്ധിപ്പെടുത്തി എന്ന് പറയുന്നത് അല്ല. അപ്പം താൻ എത്ര ലക്ഷം രൂപ കൊടുത്തു ഗുരുവായൂരമ്പലത്തിൽ? അത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുകയും ചെയ്യും, അവിടെ തളിക്കുകയും ചെയ്യും, എന്നിട്ട് അശുദ്ധിപ്പെടുത്തി എന്ന് പറയുകയും ചെയ്യും. അപ്പം താൻ എത്ര രൂപയാണോ മേടിച്ചത്? ഗുരുവായൂർ ക്ഷേത്രംകാർ തൻ്റെ കയ്യിൽ നിന്ന് എത്ര രൂപയാണ് മേടിച്ചത്? അല്ല, തനിക്ക് നമുക്കൊക്കെ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. കാരണം താൻ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പിന്നെ ആ ഒരു അവരുടേതായിട്ടുള്ള അവരിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വരെ ചെല്ലാനുള്ള അവകാശം വരെ തനിക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ തനിക്ക് അറിയാമായിരിക്കും. ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളും തനിക്ക് സാധാരണ ഒരു ഹൈന്ദവൻ അറിയുന്നതിനേക്കാളും കൂടുതൽ അറിയാമായിരിക്കും. കാരണം കുറേ നാളായിട്ട് അവിടെ ഫോട്ടോയും കൊണ്ട് തെണ്ടലായിരുന്നല്ലോ തൻ്റെ ജോലി എന്ന് പറയുന്നത്. ഇപ്പോഴല്ലേ താനിപ്പോൾ അങ്ങോട്ടൊന്നും ഒക്കെ പോവാതിരിക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയിട്ടല്ല. ഈ കൊച്ചു പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ച് പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മളെ വെറുമില്ല താറടിച്ച് ഒന്നും അറിയില്ല, നമ്മളെയൊക്കെ അങ്ങ് തീരെ ഇതാക്കി അങ്ങ് കളഞ്ഞിട്ട് ഇവൾക്ക് മാത്രമേ എല്ലാം അറിയാവൂ. ഇവളാണ് ഈ ലോകത്തുള്ള എല്ലാ സംഭവങ്ങളും കണ്ടുപിടിച്ചത്. പ്രത്യേകിച്ച് ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് ഇവള് പോക്കിയിട്ടേ ഉള്ളൂ മറ്റുള്ളവർക്ക്. ക്ഷേത്രത്തിൽ പൂജിക്കുന്ന മേൽശാന്തിക്ക് പോലും അറിയില്ല ഇവൾക്ക് അറിയുന്ന അത്രയും കാര്യങ്ങൾ. എല്ലാ കാര്യങ്ങളും ഇവളിൽ നിന്ന് വേണം ഇനി നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ള തന്ത്രിമാരൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇനി പൂജാവിധികളും കൂടെയൊക്കെ ഇവളിനി പഠിപ്പിച്ചു കൊടുക്കുമോ എന്തോ അറിയില്ല. എന്തായാലും ബാക്കി കേൾക്കാം. താങ്കളുടെ വെറും ഒരു ചിന്താഗതി മാത്രമാണ് കേട്ടോ. എന്താ മണി മുസ്ലിംസ് ആണ് പറയുന്നത് അശുദ്ധിപ്പെടുത്തിയെന്ന്. ഇവർക്കുണ്ടല്ലോ ഈ ഹിന്ദുമത ആചാരങ്ങളും ഈ ഹിന്ദുക്കളുടെ കാര്യങ്ങളൊക്കെ അറിയാനും പറയാനൊക്കെ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എൻ്റെ കാര്യം വരുമ്പോൾ അല്ലാത്തപ്പം
നിനക്കും അങ്ങനെ തന്നെയാണ്. ഈ ഹിന്ദുക്കളുടെ പിന്നാലെ അലയുകയും ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഇന്നാള് അന്ന് എന്നാണ് ദീപാവലിയുടെ സമയത്താണെന്ന് തോന്നുന്നു. ദീപാവലിയുടെ സമയത്ത് ഈ പെണ്ണ് കാണിച്ചത് എന്താണ്? ഒരു ദേവീക്ഷേത്രത്തിനകത്ത് നിന്നിട്ട്. അതേസമയം ആ സമയത്ത് എനിക്ക് ചോദിക്കണം, അയ്യപ്പ ഭക്തനായിട്ട്, അതായത് നമ്മുടെ പുള്ളിക്കാരൻ്റെ പേരെന്താണ്, നമ്മളെ കിടിലം ഫിറോസ് ശബരിമലയിൽ പോയതിന് എന്തോരം പ്രശ്നം ആളുകൾ ഉണ്ടാക്കിയെന്നറിയാമോ? കിടിലം ഫിറോസ് പിന്നെ അങ്ങനെ പോയി ഇങ്ങനെ പോയി, ചെരുപ്പിട്ട് നടന്നു ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശബരിമലയിൽ പോയ കിടിലം ഫിറോസിനെതിരെ എന്തോരം വർത്തമാനങ്ങൾ പറഞ്ഞു കൂട്ടിയെന്നറിയാമോ ആളുകൾ? പല ചാനലിലും അതിനെപ്പറ്റി എടുത്തിട്ടങ്ങ് ഊക്കി അലക്കി വെളുപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ അതിനെപ്പറ്റിയൊന്നും റിയാക്ട് ചെയ്യാൻ പോയില്ല, വേണ്ടാന്ന് കരുതി. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുവാണെങ്കിൽ കുറേ ആളുകളെങ്കിലും വന്നിട്ട് പറയും, മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതേ അവള് മെഴുകാനായിട്ട് നടക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മനഃപൂർവ്വം മിണ്ടാണ്ടങ്ങിരുന്നു. പക്ഷേ അതേസമയം നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസേട്ടൻ പോലും പോകുന്ന ക്ഷേത്രമാണ് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം. അതപ്പോൾ അവിടെ നിൽക്കട്ടെ, കിടിലം ഫിറോസ് പോയപ്പോൾ പ്രശ്നമായി. അതേസമയം ആ ആളുകൾ എന്തുകൊണ്ട് ഇവിടെ ഭഗവതി ക്ഷേത്രത്തിൽ കയറി നിരങ്ങിയപ്പോൾ ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ള. ആ ഒരു ചോദ്യം ഞാൻ അന്നേ മാറ്റി വെച്ചിരുന്നതായിരുന്നു, ചോദിക്കണ്ടെന്ന് വിചാരിച്ചങ്ങ് പിന്നെ അങ്ങ് മിണ്ടാതെ കളഞ്ഞതാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ സെൽഫി എടുക്കുന്നു, പാട്ടിടുന്നു, റീൽസ് ഇടുന്നു. ഈ പറയും പോലെ ഒരു ഭഗവതി ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ നിന്നിട്ട് ഒരു ബ്ലാക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിടിലം ഫിറോസ് ശബരിമലയിൽ പോയത് പ്രതികരിച്ച ആളുകൾക്ക് ഇവള് ദേവീക്ഷേത്രത്തിനകത്ത് പോയത് കണ്ടിട്ട് ഒന്നും പറയാനില്ലേ? എന്നിട്ട് ഇവള് അന്ന് പറയുന്നുണ്ടായിരുന്നു, ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ക്ഷേത്രത്തിനുള്ളിലെ വിഗ്രഹത്തെ നേരിട്ട് കാണുന്നത്, ആദ്യമായിട്ടാണ് കാണുന്നത്, അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ കിടന്ന് ചിലയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ ആൾ ചെയ്യുമ്പം ആഹാ, മറ്റൊരാൾ ചെയ്യുമ്പോൾ ഓഹോ, ഇതാണ് ഇവിടുത്തെ നയമെന്ന് പറയുന്നത്. ഈ ഒരു രീതിക്കൊരു മാറ്റം വരണം. അവർക്ക് പൊയ്ക്കൂടെങ്കിൽ ഇവർക്കും പോകരുത്, അങ്ങനെ വേണം ആവാനുള്ളത്. അല്ലാണ്ട് ഇതെന്താണ്, ഒരാൾക്കൊരു നിയമം, മറ്റൊരാൾക്ക് വേറൊരു നിയമം, മൂന്നാമതൊരാൾക്ക് അതിനേക്കാളും വേറൊരു നിയമം. അതെന്താണ്? ഒരു രാജ്യത്ത് പല നിയമങ്ങളുടെ ആവശ്യം എന്താണ്? എല്ലാവർക്കും ഒരേ നിയമം പോരെ? അതല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്? അല്ലാണ്ട് എന്താണ് ഇങ്ങനെ? ഞാൻ ആ സമയത്ത് തന്നെ ഓർത്തതാണ്, ഒരാൾക്ക് മാത്രം ഇങ്ങനെ. അപ്പോൾ അത് എന്നിട്ട് പറയുന്ന കേട്ടില്ലേ, നമുക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവൾക്കാണ് അറിയാവുന്നത്. എന്താ ചെയ്യുമെന്ന് പറയാം. എങ്കിൽ പിന്നെ ആ മതവും കൂടി അങ്ങ് മാറിക്കൂടെ? പിന്നെ എന്തിനാ അതിലും ഇതിലും എന്നല്ലാതെ രണ്ടിലും കൂടി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടി വലയേണ്ട കാര്യമില്ലല്ലോ. പേരും കൂടി അങ്ങ് മാറ്റണം, വല്ല തങ്കമണിയെന്നോ തങ്കമ്മയെന്നോ സരസമ്മയെന്നോ അങ്ങനെ എന്തെങ്കിലും പേരും കൂടി എടുത്തിടണം. അവര് നരകത്തിലെ തീക്കൊള്ളിമാര്. സത്യമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് നോക്കേണ്ടി സുഹൃത്തുക്കളെ. എന്റെ ഏതെങ്കിലും വീഡിയോസിന്റെ താഴെ ഈ മുസ്ലിംസ് കമന്റ് ഇടുന്നത് കണ്ടാൽ ഹിന്ദു മതസ്ഥർ സഹോദരങ്ങളാണ് എന്ന് മാത്രമേ അവർ പറയുള്ളൂ. എന്നാലോ മദ്രസയിൽ സഹിതം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാനിവിടെ മതത്തിനെ പറ്റി പറയുകയോ ഇനി അടുത്ത വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറയുകയോ ഒന്നുമല്ല. ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണ് എന്ന് വരെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം മതപരമായിട്ടുള്ള സ്നേഹം കാണുന്നുണ്ട് എൻ്റെ വീഡിയോൻ്റെതായുള്ള കമന്റുകൾ നോക്കിയാൽ മതി. അല്ലാത്തപ്പം മതം ഓരോരുത്തരെ വ്യക്തിപരമായിട്ടുള്ള തലക്ക് പിടിച്ച പ്രാർത്ഥന കൊള്ളാം. കണ്ടില്ലേ, അവള് പറഞ്ഞു കേട്ടില്ലേ? ഈ പറയും പോലെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് എന്താണ്? തീക്കൊള്ളി. എന്താണ്? ഹിന്ദുക്കൾ നരകത്തിലെ തീക്കൊള്ളികളാണെന്നാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നതെന്നാണ് ഇവള് പറഞ്ഞത്. ഇതിൻ്റെ മറുപടി പറയേണ്ടത് നമ്മളല്ല. കാരണം നമുക്കറിയില്ല. ഞാനൊന്നും മദ്രസയിൽ പോയിട്ടില്ല, മദ്രസ എന്താണെന്നറിയില്ല, മദ്രസയ്ക്കകവും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് മറുപടി പറയാനില്ല.
ഈ ഒരു വിഷയത്തിൻ്റെ മറുപടി പറയേണ്ടത് നിങ്ങൾ ഇസ്ലാമുകളാണ്. കാരണം മുസ്ലിം സഹോദരങ്ങൾ തന്നെയാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ ദൈവം പറയുന്നത്, നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് നമ്മളെപ്പോലെ തന്നെ അന്യമതസ്ഥരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും വേണം എന്നാണ് നിങ്ങൾ പറയുന്നത്. അതുപോലെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, മദ്രസകളിൽ പഠിപ്പിക്കുന്നതിനെ പറ്റി പല ആളുകളും, സംഘപരിവാറിലുള്ള ആളുകളും അല്ലാതെയൊക്കെയുള്ള ആളുകൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ പലരും പറയാറുണ്ട്, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, മദ്രസയിൽ നിങ്ങളും എല്ലാം ഒന്നാണ് എന്നാണ് പഠിപ്പിക്കുന്നത്, നന്മ വരുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങൾ നല്ല തലമുറയായിട്ട് വളരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പെണ്ണ് പറയുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്നത് അന്യമതസ്ഥർ നരകത്തിലെ തീക്കൊള്ളികളാണ് എന്നാണ് പഠിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, നിങ്ങൾക്കേ അറിയൂ. ഇതിൻ്റെ മറുപടി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളൂ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പറയുന്ന പെണ്ണ് പഠിച്ച സമയത്ത് ഇനി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ, ഈ പെണ്ണിൻ്റെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ മറുപടി നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഇത് പറയാനായിട്ട് ഞാൻ ആളല്ല. പിന്നെ അടുത്തത് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കട്ടെ. ആരാണ് ഈ വേട്ടവള പേരെന്ന് പറഞ്ഞത്? ഷിബിൻ അച്ഛൻ. എന്തിനാ ഷിബിനേട്ടാ ഇങ്ങനെയൊക്കെ കേൾപ്പിക്കുന്നത്? എനിക്ക് വൈകുന്നേരം വായിക്കാൻ അറിയില്ല. അവൾ ചേച്ചിനെ വിളിച്ചു, അനിയത്തി കുട്ടി ഹായ് പറ്റുമ്പോഴും. അപ്പൊ ഫെബ്രുവരി 31 ഇവനിക്കാക്ക സമ്മതിക്കണം പോലും. എനിക്ക് അതും വേണ്ട, ഞാൻ ഫെബ്രുവരി 31 ഉറപ്പിച്ച് സെറ്റ്. സത്യസന്ധമായുള്ള ഐഡി കൂടി വേണമെങ്കിൽ ഒരു നിമിഷം. നിങ്ങളുടെ കല്യാണം എന്നുണ്ടാവും? ഫെബ്രുവരി 31 ഉറപ്പിച്ച്. നമുക്ക് കല്യാണ കേന്ദ്രം പോയിട്ട് ഡ്രസ്സ് എടുക്കട്ടോ. അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. 3 ചുരിദാർ വാങ്ങാൻ പറ്റും പോലും. അപ്പൊ ഫെബ്രുവരി 31 ഇവനിക്കാക്ക സമ്മതിക്കണം പോലും. എനിക്ക് അതും വേണ്ട, ഞാൻ ഫെബ്രുവരി 31 ഉറപ്പിച്ച് സെറ്റ്. ഇവൻ ഹിന്ദു ആയോ? കണ്ണനെ വരച്ച് ഞാൻ പാതി അല്ല. കാ ഭാഗം ഹിന്ദു ആണ്, കാ ഭാഗം മുസ്ലിമാണ്, കാ ഭാഗം ക്രിസ്ത്യനാണ്. ഒരു കാല് അത് വേറൊരു മതമില്ലല്ലോ. നമുക്ക് 3 മതങ്ങളാണല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. വിവേകാനന്ദൻ പറഞ്ഞിട്ടില്ലേ? ആ ഒരു റൂട്ട് സഞ്ചരിക്കും. ഏത് വിവേകാനന്ദൻ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇത് വിവേകാനന്ദനാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ശ്രീനാരായണ ഗുരുദേവനാണ് പറഞ്ഞത് എന്നാണ്. മനസ്സിലായില്ലേ? ഒരു ജാതി, ഒരു ദൈവം, ഒരു മതമനുഷ്യൻ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, വിവേകാനന്ദൻ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ഒരു കണക്ക് കൂട്ടലിൽ അത് പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. വിവേകാനന്ദനും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നല്ല കാര്യമല്ലേ? അപ്പം നല്ല ആളുകളൊക്കെ, പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ അത് പറയും. ഒരാളാണ്. വീഡിയോ കേൾക്കുന്നവർക്ക് അറിയാനറിയില്ല, വായിലറിയാതെ കർത്താവിനെ വിളിച്ചു പോകുന്ന ഒരാളാണ് ഞാൻ. ഇനി അതും ജിസ്മിയുടെ അടുത്ത് ഉടായിപ്പ് റിയാക്ഷൻ വീഡിയോ. ബേബി ഇവളുടെ ഈ ചേഷ്ടകളൊക്കെ കാണിക്കുന്ന കാണുമ്പോഴുണ്ടല്ലോ, സത്യത്തിൽ അപ്പി വാരി മുഖത്തെറിയാൻ തോന്നും കേട്ടോ. ഇനി ആര് പറഞ്ഞാലും ശരി തന്നെ, ആരിനി എന്ത് പറഞ്ഞാലും ശരി തന്നെ, ഇവളുടേന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആ മഹാകലാകാരിയൊന്നുമല്ല, വേറൊരുത്തിയുടെ. മനസ്സിലായില്ലേ? ഊടായ്പ താത്തിയുടെ കാര്യമല്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. ഇവളുടെ മുഖത്ത് അപ്പിവാരി എറിയാൻ തോന്നുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ട് ചിലരെങ്കിലും വിചാരിക്കും ഞാൻ ഈ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ആളിനെയാണ് ഉദ്ദേശിച്ചതെന്ന്. അവരെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരൊക്കെ വലിയ ആളുകളല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് വേറൊരാളുടെയാണ്. വേറൊരാളുണ്ട്, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരാളാണ്. ആ ആളിൻ്റെ മുഖത്താണ് അപ്പിവാരി ഇടുന്ന കാര്യം. ഞാനിങ്ങനെ ഇരുന്ന് കേട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ ഒരാളിൻ്റെ മുഖം വന്നു. നമ്മുടെ വീട്ടിൻ്റെ അയൽപ്പക്കത്തുള്ള
എന്നുള്ളതാണ് കേട്ടോ. ഞങ്ങളെപ്പോഴും അത്ര കണ്ടീഷനല്ല. അപ്പോഴേ പെട്ടെന്ന് എനിക്ക് തോന്നിയത് അവർ ഞാനുമായിട്ട് ഇന്നലെ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നിട്ടുകൊണ്ട് ഞാനൊരു ആ ഓർമ്മയുടെ പുറത്താണ് ഞാൻ പറഞ്ഞത് ഇവളുടെ വാക്ക് കേൾക്കുമ്പോൾ മുഖത്ത് അപ്പി വാരി എറിയാൻ തോന്നുമെന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഈ റെക്കോർഡിങ് കേൾക്കുന്നില്ലേ, ഈ ഒരു വീഡിയോ കേൾക്കുന്നില്ലേ, ഓഡിയോ കേൾക്കുന്നില്ലേ. അപ്പോൾ ഈ ഓഡിയോ ഇറക്കുമതി ചെയ്ത ആളിനോടല്ല ഞാൻ അപ്പി വാരി മുഖത്തെറിയണം എന്ന് പറഞ്ഞിരുന്നത്. ഞാനും ആ അടികൂടിയ ആളുണ്ടല്ലോ, വഴക്കുകൂടിയ ആളുണ്ടല്ലോ, അപ്പോൾ ആ ആള് ഞാനുമായിട്ടുള്ള ആ ഒരു സംഭാഷണം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയുടെ പുറത്ത് ഇവളുടെ വർത്താനം കേൾക്കുമ്പോൾ മുഖത്ത് അപ്പിവാരി എറിയണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങളാരും തെറ്റിദ്ധരിച്ച് കളയല്ലേ. അയ്യോ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എൻ്റെ പേരിൽ കേസൊന്നും കൊടുത്തു കളയല്ലേ. നിങ്ങളാരും ഉദ്ദേശിച്ചിട്ടല്ല, സത്യം, റിയലി ഞാൻ വേറെ ആരും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഈ ഒരു ഡൗട്ട് ഇവിടെ ക്ലിയർ ആയിക്കൊള്ളണം. ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഫൈറ്റ് നടത്തിയ ചേച്ചിയുടെ മുഖത്ത് അപ്പിവാരി എറിയണമെന്നാണ് പറഞ്ഞത്. ഇത് 1 തരം 2 തരം 3 തരം 10 തരം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ മാറ്റമില്ല. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ഇവന്റെ നൈം എന്താ? അരുൺ ബഷീർ, റഫീഖ്, ഗോപാലകൃഷ്ണൻ ഉണ്ട് കേട്ടോ. ഗോപാലകൃഷ്ണൻ ഉണ്ട്. അല്ല നമ്മൾ പറയാനുള്ളത് എന്താണ് ഇവർക്ക് അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവൻ പോലീസ് അത് അങ്ങോട്ട് കൂടി ഓവറാവില്ലേ കേടേ ജസ്റ്റ് മനസ്സിലായില്ല ഗായ്സ്. അപ്പം ഓവറാവില്ലെന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് കാര്യം പറയുള്ളൂ. സ്കിപ്പ് ചെയ്ത് പോണപ്പാ, നിങ്ങൾ മാത്രം കാണുന്നില്ല. പിന്നെ സുഖം തന്നെയാണോടെ. ഇനി എന്നാ താത്ത ഗുരുവായൂർ വരുന്നത്? വിഷുവിന്റെ അന്ന് ഉണ്ടാവും. ഏപ്രിൽ 14-ാം തീയതി ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? അപ്പോ അടുത്ത റിയാക്ഷൻ വീഡിയോ ഇട്ടോളൂ. ജസ്റ്റിനെ വെള്ളി വിളിച്ചിട്ടുണ്ട്. വിഷുവിന്റെ അന്ന് ഗുരുവായൂർ നടയിൽ ഉണ്ടാവുന്ന്. എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ. എന്തായാലും ഈ പുള്ളിക്കാരത്തിയെ ഗുരുവായൂരേക്ക് എത്തി നോക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയാണ്. അങ്ങനെ കോടതി പറഞ്ഞ വാക്കിനെ മറികടന്ന് കയറി വരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളൂ, അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ കോടതിക്കൊക്കെ ഇവള് കൊടുത്തിരിക്കുന്ന ആ ഒരു വില എത്രയാണെന്നുള്ളത് മറ്റുള്ളവർ കൂടി മനസ്സിലാവും. ബഹുമാനപ്പെട്ട കോടതിക്ക് ഇവള് കൊടുത്തിരിക്കുന്ന വില എന്താണ് എന്നുള്ളത് മനസ്സിലാവും, അത്ര തന്നെ. പിന്നീട് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഇത്രയും ധൈര്യത്തിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രാം തീയതി വിഷുവിന് അവൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരും എന്ന് തറപ്പിച്ച് പറയണം എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഗുരുവായൂർ വരാനുള്ള പെർമിഷൻ കോടതിയിൽ നിന്ന് മേടിച്ച് കൊടുക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഇവൾക്ക് ആരോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, മനസ്സിലായില്ലേ, ഇവൾക്ക് ആരോ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ ഒരേ ഒരു ദിവസം പിന്നെ ഗുരുവായൂരിൽ വരാനുള്ള പെർമിഷൻ കോടതി വഴി വാങ്ങിച്ച് കൊടുക്കാമെന്ന് ആരോ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉറപ്പിൽ നിന്നിട്ടാണ് ഇത്രയും വലിയൊരു വെല്ലുവിളി ഇവള് നടത്തുന്നത്. പക്ഷേ ഉണ്ടല്ലോ, ഹിന്ദുക്കൾ ഇരുന്നുകൊണ്ട് എപ്പോഴും ജിഹാദികൾ, മദ്രസ പൊട്ടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചാനലുകളിൽ വന്നിട്ട് ഘോരം ഇരുന്ന് കുരയ്ക്കാനുള്ള ഒരു കഴിവ് മാത്രമേ ഉള്ളൂ ഇവന്മാർക്കൊക്കെ. ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങളൊന്നും നിർത്താനുള്ള ഒരു കഴിവുമില്ല. സത്യം പറയാലോ, കുറേ വർഗീയത ഇരുന്ന് ചുമ്മാതെ കുത്തി വർഗീയത ഉണ്ടാക്കാൻ മാത്രം കൊള്ളാം. ഇവളുമാരെയൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് ആരാണ്? സത്യം പറഞ്ഞാൽ ഇവളുമാരെയൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് ഉണ്ടല്ലോ, നമ്മളിൽ പെടുന്ന ആളുകൾ തന്നെയാണ്. അതാണ് ഏറ്റവും ലജ്ജാവഹം എന്ന് പറയുന്നത്. നമ്മളിൽ പെടുന്ന ആളുകളൊക്കെ തന്നെ ഇതിനെയൊക്കെ എടുത്ത് തലയിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മ്ലേച്ഛകരമായിട്ടുള്ള കാര്യം ഇത്. ഒരു ഉളുപ്പും ഇല്ലാതെയാണ് പറയുന്നത് അന്നത്തെ ദിവസം ഗുരുവായൂർ വരാമെന്ന്. എങ്കിൽ പിന്നെ കാണണമല്ലോ. റീച്ചിന് വേണ്ടിയാണെങ്കിൽ ആയിക്കോ, വെറുതെ എന്തിനാ ഓരോ പ്രശ്നത്തിൽ പോകുന്നത്? പിന്നെ വന്നിട്ട് മോങ്ങണോ? ഞാൻ ഈ വീഡിയോയിൽ മോങ്ങിയിട്ടില്ല. എന്റെ പലതരം പറഞ്ഞ കണ്ണൂട്ടി പോട്ടോ. പിന്നൊരു ഹാർട്ട്. അതോടുകൂടെ ഞങ്ങളുടെ ഒരു വീഡിയോയുടെ
കമന്റുകൾ കഴിഞ്ഞു. ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുമ്പോൾ ചിരിയും വരുന്നുണ്ട്, അതേപോലെ ഓരോരുത്തരുടെ നിലവാരവും അളക്കാൻ പറ്റുന്നുണ്ട്. പറയുന്ന ആളിന് പിന്നെ ഭയങ്കര സൂപ്പർ നിലവാരമാണ്. എന്തൊരു നല്ല നിലവാരമാണ്. മറ്റുള്ളവരുടെ ആരാധനാലയത്തിൽ വിലക്കിയിട്ട്, കോടതി പോലും വിലക്കിയിട്ട് നാണവും മാനവും ഇല്ലാതെ വലിഞ്ഞു കയറി വരുന്നതാണ് നിലവാരം. അതിന് കുറേ ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്തു കൊടുക്കാനും. ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ, ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദുക്കളുടെ ശാപം എന്ന് പറയുന്നത്. ഇവിടെ ഇരുന്നിട്ട് ഘോരം പ്രസംഗിക്കും ഹിന്ദുക്കൾ. ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു, പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു, സിറിയയിൽ എന്ത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇവിടെ ഇരുന്ന് തല്ലിത്തൊലിക്കാൻ മാത്രമേ കൊള്ളാവൂ ഇവർക്കൊക്കെ, ഇവരെ കൊണ്ട്. സത്യം, ഇവിടെ ഇരുന്ന് വെറുതെ തല്ലിത്തൊലിക്കാൻ മാത്രമേ കൊള്ളാവൂ. എൻ്റെ ഈ ഒരു ഭാഷ കുറച്ച് മോശമായിപ്പോയി. അതുകൊണ്ട് എല്ലാവരോടത്തും ഇത് കേട്ടോണ്ടിരിക്കുന്ന എല്ലായിടത്തും ഞാൻ സോറി പറയുകയാണ്. അത്രയ്ക്ക് ദേഷ്യം വന്നിട്ട് വായിന്ന് അറിയാതെ പോയതാട്ടോ. അപ്പോൾ അതിന് മാത്രമേ കൊള്ളാവൂ എല്ലാവർക്കും. അല്ലാതെ ഇതുപോലെയുള്ള പുഴുക്കുത്തുകളെയൊക്കെ നിയന്ത്രിക്കാനൊന്നും ആരെക്കൊണ്ടും പറ്റില്ല. എന്താ അല്ലേ, എന്ത് ഗതികേടായത്. നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും പള്ളികളിലോ എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെല്ലുന്നുണ്ടോ? നമ്മളെ വിലക്കുന്നവരടുത്ത് പിന്നെ നമ്മൾ പോവുകയില്ല. അതും കോടതി വിലക്കിയ ഒരു സംഭവത്തിന് അന്ന് ഇവിടെ ചെല്ലുമെന്നും പറഞ്ഞിട്ട് വെല്ലുവിളിക്കുമ്പോൾ ഈ ഹിന്ദുക്കളെന്ന് പറയുന്നവർ എന്തിനു കൊള്ളാം? എല്ലാവരും വെറുമില്ല പട്ടികളാക്കിയിട്ടല്ലേ ഇവിടെ ഇത്രയും ധൈര്യത്തോടു കൂടി സംസാരിക്കുന്നത്. മറ്റുള്ളവരെ, അതായത് ഹൈന്ദവരെ മുഴുവനും ഇവളുടെ കാൽച്ചോട്ടിലെ കിടക്കുന്ന വെറും റബ്ബർ ചെരുപ്പിനെ പോലും വില കൊടുക്കാതെയാണ് ഇവളിപ്പോൾ ഈ വെല്ലുവിളി നടത്തിയത്. ശരിക്കും ഇതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇത് റിയാക്ട് ചെയ്യുന്നവർക്കൊക്കെ റിയാക്ട് ചെയ്യണം. റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ എടുത്ത് ഒലത്തിക്കോളാനല്ലേ അവൾ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവള് പറഞ്ഞിട്ട് വേണോ ഇനി എടുത്ത് ഒലത്താണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നട്ടലുള്ളവരൊക്കെ പ്രതികരിക്കുക. അന്തസ്സുള്ളവരുണ്ടെങ്കിൽ ഇവളെ ആ ഒരു ക്ഷേത്രത്തിൽ അന്നത്തെ ദിവസം കടത്തി വിടാതിരിക്കുക. അന്നത്തെ ദിവസം എന്നല്ല, പിന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവളെ ഒരു കാരണവശാലും ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കരുത്. അന്നത്തെ ദിവസം നിങ്ങൾ ഇവക്ക് എന്തെങ്കിലും പെർമിഷൻ കൊടുത്ത് നിങ്ങൾ ഇവളെ അടുപ്പിക്കുകയാണെങ്കിൽ അതുപോലെയുള്ള മറ്റു ഒരുപാട് ആളുകൾ വരും. പർദ്ദ ഇട്ടതും തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടും തൊപ്പി വെച്ച ആളുകൾ, പല ടൈപ്പ് ആളുകൾ വരും. അതായത് അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, എനിക്കിപ്പം അങ്ങനെ ജാതി സ്പിരിറ്റോ അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള ആ വ്യത്യാസമുള്ള ആളല്ല. പക്ഷേ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഇവള് ചിത്രം സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വരട്ടെ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അന്നത്തെ ദിവസം എല്ലാ മുസ്ലിങ്ങളെയും നിങ്ങൾ അവിടെ കയറ്റണം, എല്ലാ ക്രിസ്ത്യാനികളെയും കയറ്റണം. എല്ലാവരും വരട്ടെ, എല്ലാവരും കണ്ടിട്ട് പോട്ടെ. ചിലർക്ക് കണ്ണന് അത്ര സമർപ്പിക്കണമെന്ന് തോന്നിയാലോ, മണക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊടുത്തിട്ട് വയ്ക്കോട്ടെ, വരുന്നവരൊക്കെ വന്ന് കൊടുത്തിട്ട് വയ്ക്കോട്ടെ. സുഗന്ധദ്രവ്യങ്ങളൊക്കെ കണ്ണന് കൊടുത്തിട്ട് വയ്ക്കോട്ടെ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ. വെറൈറ്റി അല്ലേ, വെറൈറ്റി. എന്തല്ലേ നമ്മുടെ രാജ്യത്തിന് പോക്ക് എങ്ങോട്ടാണ്? ചുമ്മാതിരുന്ന് വർഗീയത പറയാൻ മാത്രം ആളുകളെ കൊണ്ട് കൊള്ളാം. ഇവളുമാരെ പോലുള്ളവരെയൊക്കെ ഉണ്ടല്ലോ, നിയന്ത്രിക്കാതിരുന്നാലുണ്ടല്ലോ ഇത് വലിയ വൈറസാണ്. ഇതിപ്പോൾ ഹിന്ദുക്കളെയാണ് ഇവള് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ, ഹൈന്ദവ സമൂഹത്തെ മൊത്തത്തിലാണ് ഇവള് വെല്ലുവിളിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് അഹങ്കാരം തലയ്ക്ക് പിടിച്ചു പോയി ഇവക്ക്. എന്തായാലും ഞാനിതിൽ ശക്തമായിട്ട് എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയും പ്രതിഷേധം പ്രകടിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തേക്കാം.